ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 125-ാം ഭാഗത്തിൽ ദേശാടനക്കിളി കരയാറില്ല എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദേശാടനക്കിളി കരയാറില്ല. പത്മരാജൻ്റെ മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം. മോഹൻലാൽ, ഉർവശി, ഷാരി, കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതിയതും പത്മരാജൻ തന്നെയാണ്. ബട്ടൺ മൂവീസിൻ്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വേണുവും എഡിറ്റിംഗ് ബി ലെനിനും നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് SP വെങ്കടേഷാണ്. 1986 ഫെബ്രുവരി 14 ബട്ടൺ മൂവീസ് ചിത്രം പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചു. ONV കുറുപ്പിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകിയ 2 ഗാനങ്ങൾ യേശുദാസും KS ചിത്രയും ആലപിച്ചിരിക്കുന്നു. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി കാടെല്ലാം പൂത്തു എന്ന ഗാനവും, പൂവേണോ പൂവേണോ എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സസ്പെൻഡ് ചെയ്യപ്പെട്ട ബാങ്ക് മാനേജറായി മോഹൻലാൽ, നിർമ്മലയായി കാർത്തിക, സാലിയായി ഷാരി, സ്കൂൾ ടീച്ചറായ ദേവികയായി ഉർവശി, ദേവികയുടെ ക്ലോസ് ഫ്രണ്ടായ ടീച്ചറായി ജലജ, കൂടാതെ ജഗതി NK ആചാരി, സുബ്രഹ്മണ്യൻ, ലത്തീഫ്, വെമ്പായം തമ്പി, പൂജപ്പുര രാധാകൃഷ്ണൻ, ദേവ്, നൂർജഹാൻ, മാധവൻ, കൃഷ്ണൻകുട്ടി, കുഞ്ഞുമോൾ, രാജം K നായർ, ഓമനയമ്മ, KR സാവിത്രി, ശാന്തി, താര എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. ആവശ്യമില്ലാത്തതും കർശനവുമായ സ്കൂളിലെ അച്ചടക്ക നിലപാടുകൾ കാരണം മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കലുകളിൽ നട്ടം തിരിഞ്ഞ് തൻ്റെ അധ്യാപികയുടെ ജോലി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി സ്കൂൾ വിട്ട് ഓടിപ്പോകേണ്ടുന്ന 2 പെൺകുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ചിത്രം ഒരു ത്രില്ലറായി രൂപപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതിൽ നിലനിൽക്കുന്ന മിസ്റ്ററി എലിമെൻറ്റ്സ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത് കാഴ്ചക്കാരിൽ നിന്നും നിരൂപകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തു. പ്രത്യേകിച്ചും ഹരിശങ്കറിൻ്റെ എൻട്രി സീൻ. കഥാപാത്രം സാലിയോട് വ്യക്തമായ ഒരു അകലവും നിർമ്മലയോട് വ്യക്തമായ ഒരു പ്രണയവും കൊണ്ടുവരുന്നുണ്ട്. ഹരിശങ്കറിന് ചുറ്റുമുള്ള നിഗൂഢതയുടെ അന്തരീക്ഷം കൊണ്ട് ശ്രദ്ധേയമാണ്. ദേവികയും ഹരിശങ്കറും തമ്മിലുള്ള ബന്ധവും പത്മരാജൻ തൻ്റെ ആഖ്യാനത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. സാലിക്ക് നിർമ്മലയോട് തോന്നിയ വികാരവും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിർമ്മലയ്ക്ക് വേണ്ടി മാത്രം സാലി തൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റം വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയെ പ്രമേയമാക്കിയാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. 2018 ഒരു അഭിമുഖത്തിൽ ഒരു LGBTQ അവകാശ പ്രവർത്തകൻ മലയാള സിനിമകളിലെ LGBTQ ചിത്രീകരണങ്ങളെക്കുറിച്ച് ഈ ചിത്രത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഇത് ദേശാടനക്കിളി കരയാറില്ല എന്നത് വ്യക്തിപരമായ ഇഷ്ടമാണ്. ലെസ്ബിയൻ ആംഗിൾ മാത്രമല്ല, നിരവധി ഘടകങ്ങളുമായി ഈ ചിത്രത്തെ ബന്ധിപ്പിക്കുവാൻ കഴിയും. അതുവരെയുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിൻ്റെ പ്രമേയം. ഈ ചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം 2 പെൺകുട്ടികളുടെ അനിതരസാധാരണമായ സൗഹൃദത്തെക്കുറിച്ചുള്ളതാണ്. സ്വവർഗ പ്രണയത്തിൻ്റെ ചിത്രീകരണമായി ഈ ചലച്ചിത്രം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പത്മരാജൻ എന്ന പ്രതിഭയുടെ കഥാകഥന ചാതുരി കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണിത്. നിമ്മിയും സാലിയും ബോർഡിങ്ങിൽ പഠിക്കുന്ന വളരെ അടുത്ത കൂട്ടുകാരികളാണ്. നിമ്മി വളരെ പാവവും സാലി വികൃതിക്കുട്ടിയുമാണ്. സാലിയുടെ വികൃതികൾ പലപ്പോഴും അതിര് കടക്കാറുണ്ട്. അതെല്ലാം ദേവിക ടീച്ചർ കയ്യോടെ പിടികൂടുകയും ചെയ്യാറുണ്ട്. അത് കാരണം സാലിക്ക് അവരോട് പകയും ഉണ്ടാവുന്നു. നിമ്മിയും അവൾക്കൊപ്പം ദേവികയെ തറപറ്റിക്കണം എന്ന ചിന്താഗതിയോടെ കൂടെ നിൽക്കുന്നുമുണ്ട്. അപക്വയായ സാലി ദേവിക ടീച്ചറോട് പക തീർക്കുവാനായി അവർ ദേവിക ടീച്ചറുടെ ചുമതലയിലുള്ള വിനോദയാത്രയ്ക്കിടയിൽ നിമ്മിയെയും കൂട്ടി ഒളിച്ചോടുന്നു.
അവർ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ചെന്നെത്തുന്നു. ആളുകൾ തിരിച്ചറിയാതിരിക്കാനായി അവരുടെ വേഷത്തിലും ലുക്കിലുമൊക്കെ മാറ്റം വരുത്തി അവിടെ ഒരു വീട്ടിൽ താമസമാക്കുന്നു. ബോർഡിങ്ങിലെ ചിട്ടകൾ വെറുത്തിരുന്ന അവർ ഈ സ്വതന്ത്ര ജീവിതം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു. അവർക്ക് ഈ പുതിയ ലോകം വളരെ ആകർഷകമായി തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം നഗരത്തിലെ ഒരു കോഫി ഷോപ്പിൽ വച്ച് യാദൃച്ഛികമായി ഹരിശങ്കർ എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടലിനെ തുടർന്ന് ഒരു സൗഹൃദം ഉടലെടുക്കുകയും അടുപ്പിച്ചടുപ്പിച്ച് കണ്ടുമുട്ടലുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. സാലിക്ക് ഈ അടുപ്പം ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല. എങ്കിലും നിമ്മിക്ക് ഹരിശങ്കറോടുള്ള ഇഷ്ടം മനസ്സിലാക്കി സാലി മൗനാനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. നിമ്മി ഹരിശങ്കറിനോട് കൂടുതൽ അടുക്കുകയും അവർ അവിടെ എത്താനുണ്ടായ സാഹചര്യവും തൻ്റെ ജീവിതകഥയും ഒന്നും മറച്ചു വയ്ക്കാതെ നിമ്മി ഹരിശങ്കറിനോട് പറയുകയും ചെയ്യുന്നു. നിമ്മിയുടെ ആൽബത്തിൽ ദേവിക ടീച്ചറുടെ ഫോട്ടോ കണ്ട ഹരിശങ്കർ തൻ്റെ ജോലി പോകാൻ കാരണക്കാരിയായ ദേവികയെ തിരിച്ചറിയുന്നു. എങ്കിലും ദേവിക നിരപരാധിയാണെന്ന ഒരു ഉറച്ച വിശ്വാസം ഹരിശങ്കറിനുണ്ടായിരുന്നു. ഈ ഉറച്ച വിശ്വാസം കാരണം ഹരിശങ്കർ ദേവിക ടീച്ചറെ തേടി അവരുടെ വീട്ടിലെത്തുന്നു. ദേവികയുടെ വീട്ടിലെത്തുമ്പോഴാണ് തൻ്റെ ജോലി പോകുന്നതിലും ദേവിക തെറ്റുകാരിയായിരുന്നില്ല എന്ന് ഹരിശങ്കർ തിരിച്ചറിയുന്നത്. അയാളുടെ ജോലി പോയതറിഞ്ഞ് ഹരിശങ്കറോടുള്ള കുറ്റബോധം കാരണം ഹരിശങ്കറിന് എല്ലാ മാസവും ഈ പിള്ളേരുടെ പ്രശ്നം കാരണം തൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് വരെയും തൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മണി ഓർഡറായി ദേവിക അയക്കുമായിരുന്നു. പരസ്പരം മനസ്സിലാക്കിയ ഹരിശങ്കറും ദേവികയും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. കുട്ടികളെ കണ്ടെത്തിയ കഥ ഹരിശങ്കർ ദേവികയെ അറിയിക്കുകയും അവർ അവരെ പോയി കാണുകയും ചെയ്യുന്നു. യാതൊരു പ്രശ്നമോ നടപടികളോ ഇല്ലാതെ അവരെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിക്കാം എന്നവർക്ക് വാക്ക് നൽകുന്നു. എങ്കിലും സാലി അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. നിമ്മി തിരികെ സ്കൂളിൽ പോകാം എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിലാണ് നിമ്മി ഹരിശങ്കറും ദേവികയും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നും അങ്ങനെ ഒരു ബന്ധം ദേവികയും ഹരിശങ്കറും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഹരിശങ്കറോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ട നിമ്മി ആകെ തകർന്നു. ഹരിശങ്കറിന് തന്നോടുള്ള സ്നേഹം പ്രേമമാണെന്നാണ് നിമ്മി തെറ്റിദ്ധരിച്ചിരുന്നത്. നിമ്മിക്ക് ഹരിശങ്കറെ ഒരു കാമുകനായാണ് കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവായി. ഭാവിയിൽ ഒരു ആശ്രയം ഹരിശങ്കറാണ് എന്നൊരു തീരുമാനത്തിലായിരുന്നു നിമ്മി എത്തിയിരുന്നത്. ആ സമയത്താണ് ദേവിക ഹരിശങ്കറിനോടൊപ്പം വിവാഹിതയാകുന്നു എന്ന ഒരു അറിവ് നിമ്മിക്ക് ലഭിക്കുന്നത്. അത് നിമ്മിയെ ആകെ തകർത്തു. സ്കൂൾ അധികൃതരുമായി വരാമെന്ന് പറഞ്ഞ് ഹരിശങ്കറും ദേവികയും യാത്രയാകുന്നു. സാലിക്ക് ഒരു കാരണവശാലും ദേവിക ടീച്ചർ പറഞ്ഞ ഒരു നിർദ്ദേശങ്ങളെയോ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തനിക്കുണ്ടായ പ്രണയനഷ്ടം പൊതുവെ വിഷാദിയായ നിമ്മിയെ ആകെ തകർക്കുന്നു. സാലി അവളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എങ്കിലും നിമ്മി അതിന് തയ്യാറാവുന്നില്ല. പിറ്റേ ദിവസം സ്കൂൾ അധികൃതരെയും കൂട്ടിയെത്തിയ ഹരിശങ്കറും ദേവികയും കാണുന്നത് നിശ്ചലയായ നിമ്മിയുടെയും സാലിയുടെയും ശരീരങ്ങളാണ്. തങ്ങൾ ജീവിക്കുന്ന ലോകത്തിലെ സുരക്ഷിതത്വങ്ങളെ മാനിക്കാതെ അങ്ങ് ദൂരെ സുരക്ഷിതമായ ഒരിടം ലഭിക്കും എന്ന് സ്വപ്നം കണ്ടുപോയ സാലിയുടെയും നിമ്മിയുടെയും കഥ അങ്ങനെ ഒരു ദുരന്ത പര്യാവസ്ഥയായിത്തീരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കാതെ അവർ യാത്രയായി. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വിട പറയുന്നു. ഈ ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ ലഭ്യമാണ്. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.